കൊടൈക്കനാലിൽ നിന്ന് യാത്ര തിരിച്ചു. യാത്രയൊക്കെ നല്ല രീതിയിൽ കാഴ്ചയൊക്കെ കാണാൻ പറ്റി. കണ്ട് ഞങ്ങൾ അടുത്തിനി കോയമ്പത്തൂർ ആദിയോഗി ഇഷ ടെമ്പിൾ അവിടേക്കുള്ള യാത്രയിലാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അവിടെ എത്തും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി അടുത്തുള്ള യാത്രാ വിവരങ്ങളൊക്കെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പളനി വഴി പൊള്ളാച്ചി വഴിയൊക്കെയാണ് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ കയറി പോകാൻ പറ്റുമെന്ന് നോക്കും. എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നതുകൊണ്ട് ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ ഒരു നല്ല വ്യൂ പോയിൻ്റാണ്. ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് നല്ല നല്ലതുപോലെ മഞ്ഞ് കയറി കിടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ രാവിലെ മഞ്ഞില്ല, കോടയൊക്കെ മാറിയിരിക്കുകയാണ്. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ കോടയാവും. നമ്മൾ വരുന്ന വഴിയിൽ കണ്ട ഒരു ഫ്രൂട്ട്സാണിത്. കേരളത്തിൽ തിരുവനന്തപുരത്തൊക്കെ ഈ സാധനമുണ്ട്. നമ്മുടെ മിലിറ്ററി ക്യാമ്പിൻ്റെ അവിടെ ഫ്രൂട്ട്സ് കുറേ പേർക്ക് അറിയാമെന്നുള്ളതായിരിക്കാം. നമ്മളവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റിൽ വരുന്ന ഒരു സംഭവമുണ്ട്. ഇതിപ്പം ശരിക്കും അവിടെ വിറ്റ് അഴിക്കുന്നുണ്ട് കേരളത്തിലൊക്കെ. ആ ഒരു ഫ്രൂട്ട്സാണ് ഇത് ഓപ്പൺ ചെയ്തതിനകത്തൊരു ഫ്രൂട്ട്സുണ്ട്. ഇത് തിരുവനന്തപുരത്ത് വേട്ടമുക്കിൽ പട്ടാളക്കാരുടെ ക്യാമ്പിൻ്റെ അവരുടെ ഒരു കോട്ടേജൊക്കെ വന്നതിൻ്റെ അടുത്ത് വാട്ടർ അതോറിറ്റിയുടെ അവരുടെ ഭൂമിയാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഇത് നിൽപ്പുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. കയറി പറിക്കണമെന്നുണ്ട്, അല്ല വെടി വരുമെന്ന് വിചാരിച്ച് ഞാൻ പോയി പറിക്കാത്തതാണ്. അത് അവിടെ നിൽപ്പുണ്ട് സാധനം. ഇത് നമ്മുടെ വൈറ്റ് പാഷൻ ഫ്രൂട്ടാണ് സാധനം. ഇത് സെയിലിന് വേണ്ടി ചെയ്യുന്ന ഒരു ഫ്ലവറാണത്. ഒരു ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറഞ്ഞതാണ്. അതിന് വേറെ എന്തൊക്കെ പേരുണ്ട്. ഇവിടെ ഉടമ്പിനൊക്കെ നല്ലതെന്നാണ് അവർ പറഞ്ഞത്. സൂപ്പിട്ട് കഴിച്ചാൽ നല്ലതെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളിവിടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ കൊടൈക്കനാൽ വന്നപ്പോൾ അവിടെ കണ്ട അദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കാച്ചാണിയിലാണ് താമസം. ഒരു JCB ഓപ്പറേറ്ററാണ് അദ്ദേഹത്തിൻ്റെ അളിയൻ, വാസു എന്ന് പറയും. ഓക്കെ, താങ്ക് യു ചേട്ടാ. ജയ്സിംഗ് ചേട്ടൻ്റെ പേരാണ്. ഓക്കെ. ഇതൊരു കെട്ട് 50 രൂപ എന്ന് പറഞ്ഞ്, 1 കിലോ ചോദിച്ചപ്പം 100 രൂപയെന്ന് പറഞ്ഞു. വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്ന് പറയുന്നത്. ഇത് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഇത് സീതാപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ഇൻഡോർ പ്ലാന്റിൽ വരുന്ന ഒരു ഫ്രൂട്ട്സാണിത്. നാട്ടിലൊക്കെ ഉള്ള പ്ലാന്റൊക്കെ അതിലുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഇതിൽ അകത്ത് വരുന്നത് ഈ പഴം. ഇത് കണ്ടില്ല, ഇത് പഴുക്കുമ്പോഴേക്കും എടുത്ത് കളഞ്ഞിട്ട് ഈ ഇരിക്കുന്ന ഫ്രൂട്ട്സാണ് നമ്മൾ കഴിക്കാനുള്ളത്. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒന്ന് കഴിച്ച് നോക്കി, അവർ കണ്ടില്ല ഇത് കഴിച്ച്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കിഴക്കിലെത്തിരിക്കുന്ന ഇതും നാട്ടിൽ ആർക്കും വേണ്ടാത്ത മുട്ടപ്പഴമാണ് കഴിക്കുന്നത്. ഇത് പീച്ച് എന്ന് പറഞ്ഞ ഒരു പഴം. വൈറ്റ് സപ്പോട്ട ബ്ലൂബെറിയാണ്. നല്ല വിലയുണ്ട് ഇതിൻ്റെ. അതാണല്ലേ നമ്മളവിടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സാധനമുണ്ട്. ഇവിടെ കൊണ്ടിട്ട് പറിച്ച് കൊണ്ടിട്ട് കഴിച്ചിട്ട് ഉപയോഗിക്കാറാണ്. കൊടൈക്കനാലിലാണ് ഇതൊക്കെ. ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സ് കടയാണ്.
ഇറങ്ങിയാൽ നമ്മളെ കൂടെ ചേർത്തൊരു വില പറയുന്നത് ഇത് നമ്മളിവിടെ കയറി വരുന്ന ചെറുപ്പമായിട്ടുള്ള വാപ്പസാണ് നമ്മൾ ഇറങ്ങുന്നില്ല ഇറങ്ങാൻ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു എടുത്തിട്ട് അറിയുന്നത് ഇവിടുത്തെ ഒരു വാട്ടർ പാർക്കാണ് നമ്മൾ രാത്രി വന്നിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ